ആൽബുമിൻ, ഗ്ലോബുലിൻ നമ്മുടെ ബോഡിയിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് പ്രോട്ടീനുകളാണ്. രണ്ടിനും പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് പ്രോട്ടീൻ്റെ അളവ് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങളും ഈ ടെസ്റ്റ് ചിലപ്പോൾ മുമ്പേ ചെയ്തിട്ടുണ്ടാവും. ആൽബുമിൻ്റെയും ഗ്ലോബുലിൻ്റെയും അളവിൽ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഈ ടെസ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ അനുസരിച്ചിട്ടാണോ ആൽബുമിൻ, ഗ്ലോബുലിൻ മാറുന്നത്, അതോ മറ്റെന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണോ? ഈ വീഡിയോയിൽ നമുക്കത് കണ്ടുപിടിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫ്ലി. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഈ ടെസ്റ്റിനെ കുറിച്ച് പറയാം. ആൽബുമിൻ, ഗ്ലോബുലിൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മളുടെ ലിവറിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ ഉൽപ്പാദിക്കുക എന്നുള്ളതാണ്. അതിൽ പെടുന്ന രണ്ട് പ്രോട്ടീനാണ് ആൽബുമിനും ഗ്ലോബുലിനും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ വേണമെന്നില്ല, ഏത് സമയത്ത് വേണമെങ്കിലും ബ്ലഡ് സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാം. ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബിലിറൂബിൻ്റെ അളവ് നോർമൽ ലെവലിലാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ബിലിറൂബിൻ കൂടുന്നതിനനുസരിച്ചിട്ടാണ് മഞ്ഞപ്പിത്തം, ജോണ്ടിസ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ലിവർ എൻസൈംസിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ലിവർ എൻസൈംസിന്റെ ഉദാഹരണമാണ് ALT, AST എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റു പേരുകളാണ് SGOT, SGPT. നിങ്ങൾ ഇതുവരെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നിങ്ങളുടെ ലിവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 500 റുപ്പീസിൻ്റെ ഉള്ളിൽ ഏതൊരു ലാബിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആൽബുമിനെ കുറിച്ച് പറയാം. ആൽബുമിൻ ലിവറിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള പ്രോട്ടീൻ ഉൽപ്പാദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരെണ്ണം മാത്രമാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ലിവറിൽ ഉൽപ്പാദിക്കുന്ന ആൽബുമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ജോലി എന്ന് പറയുന്നത് രക്തത്തിലുള്ള ഫ്ലൂയിഡിന്റെ അളവ് മറ്റ് ടിഷ്യൂവിലേക്ക് ലീക്ക് ചെയ്യുന്നത് തടയാന്നുള്ളതാണ്. അതായത് രക്തത്തിലുള്ള ഫ്ലൂയിഡ് രക്തത്തിൽ തന്നെ നിലനിർത്താൻ ആൽബുമിൻ അത്യാവശ്യമാണ്. ഈ ഒരു ജോലി കൃത്യമായിട്ടും ചെയ്യാൻ ഓൺകോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഓൺകോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ലാർജ് സൈസിലുള്ള മോളിക്യൂൾസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു ലാർജ് മോളിക്യൂളാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ്റെ ഒരു ഉദാഹരണമാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. ആൽബുമിൻ്റെ ജോലി അവിടെ തീരുന്നില്ല. ആൽബുമിന് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ജോലിയും കൂടിയുണ്ട്. അതായത് ബ്ലഡ് വഴി ഒരു മോളിക്യൂളിനെ, ഒരു കോമ്പൗണ്ടിനെ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് എത്തിക്കാൻ ആൽബുമിൻ വേണം. ആൽബുമിൻ സാധാരണ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ചില ഹോർമോൺസിനെയാണ്. നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം. ചില വൈറ്റമിൻസും മിനറൽസും സോഡിയം ക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞ ചില മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും ആൽബുമിൻ വേണം. അങ്ങനെ നമ്മളുടെ ബോഡിയിലുള്ള ഒരു തരത്തിലുള്ള ലോറി അല്ലെങ്കിൽ ട്രക്കാണ് ആൽബുമിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ആൽബുമിൻ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്നെന്ന് പറയുന്നത് ലിവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമാണ്. ലിവർ മര്യാദക്ക് വർക്ക് ചെയ്താൽ മാത്രമേ ആൽബുമിൻ കൃത്യമായിട്ടും നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ ആൽബുമിന്റെ അളവ് കുറഞ്ഞിരിക്കും. ലിവർ രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് എന്ന് പറയുന്നത്, സ്കിന്നിൽ ഇച്ചിങ് ഉണ്ടാവുന്നത്, ദഹനക്കേട്, കോൺസ്റ്റിപ്പേഷൻ, നോസിയ, വോമിറ്റിംഗ്, അങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ട്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ലിവറിൽ ഉൽപ്പാദിക്കുന്ന ആൽബുമിൻ നമ്മളുടെ രക്തത്തിൽ തന്നെ നിൽക്കണം. വളരെ ചെറിയ അളവിൽ മാത്രമേ കിഡ്നി വഴി ഈ ആൽബുമിൻ ഫിൽട്ടർ ചെയ്ത് യൂറിനിലൂടെ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. നമ്മളുടെ വൃക്കകൾ പ്രോപ്പറായിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ അളവിൽ ആൽബുമിൻ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് യൂറിൻ വഴി നഷ്ടപ്പെടും. അതും പലതരത്തിലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. കിഡ്നി രോഗങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ക്രോണിക് കിഡ്നി ഡിസീസ്, നെഫ്രോട്ടിക് സിൻഡ്രോം. ഇത്തരത്തിലുള്ള കിഡ്നി കണ്ടീഷൻസ് ബാധിച്ചവർക്കൊക്കെ കാലിൽ നീർക്കെട്ടുണ്ടാവാം. ഇതിനെ എഡീമ എന്നാണ് പറയുക. യൂറിൻ്റെ വോളിയത്തിൽ വ്യത്യാസം ഉണ്ടാവാം. ബ്ലഡ് പ്രഷറിൽ മാറ്റങ്ങൾ കാണാം. ഇനി ആൽബുമിൻ്റെ നോർമൽ ലെവലിനെ കുറിച്ച് പറയാം. രക്തത്തിലുള്ള ആൽബുമിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 3.5 മുതൽ 5.5 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആൽബുമിൻ്റെ അളവ് 3.5ന്റെ താഴേക്കാണെങ്കിൽ ഇതിനെ ഹൈപ്പോ ആൽബുമിനീമിയ എന്നാണ് പറയുക. അതായത് ആൽബുമിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇത് മോസ്റ്റ് കോമൺലി കണ്ടുവരുന്നത് ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവറിലാണ് ആൽബുമിൻ ഉൽപ്പാദിക്കുന്നത്. അപ്പോൾ ലിവർ മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ലിവർ ഡിസീസസ് ഉണ്ടെങ്കിൽ ആൽബുമിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. അത് ചിലപ്പം ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്കായിരിക്കാം, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്കായിരിക്കാം, ലിവർ സിറോസിസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവാം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ലിവറിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ ആണ്. അത് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടുണ്ടാവാം, മരുന്നുകൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള ലിവർ കണ്ടീഷൻസിലാണ് ആൽബുമിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നത്. രക്തത്തിലുള്ള ആൽബുമിന്റെ അളവ് കുറഞ്ഞു പോകുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കിഡ്നി വഴി കൂടുതൽ ആൽബുമിൻ ശരീരത്തിന് പുറത്തേക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. കിഡ്നിക്ക് പ്രോപ്പറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ്, അതായത് ക്രോണിക് കിഡ്നി ഡിസീസസിലും
ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ഇത് സംഭവിക്കാം. നമ്മളുടെ യൂറിൻ വഴി പുറത്തേക്ക് പോകുന്ന ആൽബുമിൻ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിന്റെ അളവ് കൂടുന്നുണ്ടോ ഇല്ല എന്നുള്ളതും നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള യൂറിൻ ടെസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ടെസ്റ്റിന് യൂറിൻ ആൽബുമിന്നോ യൂറിൻ മൈക്രോ ആൽബുമിന്നൊക്കെ പറയും. ഈ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടന്റെ താഴെയൊക്കെ കാണാം. യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് മാത്രമല്ല, യൂറിനിലുള്ള ക്രിയാറ്റിനിന്റെ അളവും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ യൂറിനിലുള്ള ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ ഇതും നമുക്ക് നോക്കാം. കുറച്ചും കൂടി കൃത്യമായിട്ടും ആൽബുമിൻ എത്രയാണ് യൂറിൻ വഴി നഷ്ടപ്പെടുന്നതെന്നൊക്കെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ടുള്ള ചോദ്യം ഇതാണ്: നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ആൽബുമിൻ കുറയോ ഇല്ലേ എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറവാണെങ്കിൽ ഒട്ടുമിക്ക അധിക ആൾക്കാരുടെ ഭക്ഷണത്തിലും പ്രോട്ടീൻ അളവ് കുറവ് തന്നെയാണ്. അധിക ആൾക്കാരും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. മാൽ ന്യൂട്രീഷൻ ഉള്ള അവസ്ഥയിലും ഇതേപോലെ സംഭവിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കൃത്യമായിട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇൻഡസ്റ്റൈനിലെത്തി പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും രക്തത്തിലുള്ള ആൽബുമിൻ്റെ അളവ് കുറയാം. അതായത് പലതരത്തിലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ കണ്ടീഷൻസിൽ ആൽബുമിൻ്റെ അളവ് കുറയാം. ഇത് മാൽ അബ്സോർപ്ഷൻ ആവാം, ഡൈജഷൻ്റെ പ്രശ്നങ്ങളാവാം, ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആവാം, ഉദാഹരണത്തിന് ക്രോൺസ് ഡിസീസ്. ഇനി സാധാരണ രീതിയിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആൽബുമിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് കാണുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഡീഹൈഡ്രേഷൻ ഉള്ള അവസ്ഥയിലാണ്. ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അംശം കുറഞ്ഞു പോകുന്ന അവസ്ഥ. ഇത് ചിലപ്പം ഡയറിയ ഉള്ള സമയത്താവാം. നിങ്ങൾ കുറേ സമയം വെയിലത്ത് നിന്നിട്ട് സൺസ്ട്രോക്കോ ഹീറ്റ് സ്ട്രോക്ക് ഉള്ള സമയത്തുണ്ടാവാം. കൂടുതൽ പ്രാവശ്യം വൊമിറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. ഇനി നമുക്ക് ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ കുറിച്ച് പറയാം. ഒരാളുടെ രക്തത്തിലുള്ള ടോട്ടൽ പ്രോട്ടീനിൽ നിന്നും ആൽബുമിൻ കുറച്ചു കഴിഞ്ഞാൽ ഗ്ലോബുലിൻ്റെ അളവ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ബ്ലഡിലുള്ള ടോട്ടൽ പ്രോട്ടീൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 6 മുതൽ 8 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഇതിൽ 75% ആൽബുമിൻ ആയിരിക്കും, ബാക്കിയുള്ളതായിരിക്കും ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലുള്ള ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനിന് പലതരത്തിലുള്ള ജോലികളുണ്ട്. അതിലൊന്ന് ആൽബുമിൻ ചെയ്യുന്ന പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. പലതരത്തിലുള്ള മറ്റ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസിനെയും കോമ്പൗണ്ട്സിനെയും ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് രക്തം വഴി ട്രാൻസ്പോർട്ട് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ജോലി എന്ന് പറയുന്നത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. നമ്മളുടെ ബോഡിയിൽ ആന്റിബോഡീസ് ആയിട്ടാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് വർക്ക് ചെയ്യുന്നത്. ഏതൊരു തരത്തിലുള്ള സൂക്ഷ്മാണു നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാലും നമ്മളുടെ ബോഡി അതിനെ ഫൈറ്റ് ചെയ്യാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉൽപ്പാദിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ഇമ്മ്യൂണോഗ്ലോബുലിൻസും IgM, IgG, IgA ഇതെല്ലാം ഗ്ലോബുലിൻ വിഭാഗത്തിൽപ്പെടുന്ന പ്രോട്ടീനാണ്. ഇതുകൂടാതെ നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് അതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈംസും പലതരത്തിലുള്ള ഗ്ലോബുലിൻസ് ആണ്. ആൽബുമിനും ഗ്ലോബുലിനും തമ്മിലുള്ള പ്രധാനപ്പെട്ടുള്ള മറ്റു വ്യത്യാസം എന്ന് പറയുന്നത് ആൽബുമിൻ മെയിൻലി ലിവറിലാണ് ഉൽപ്പാദിക്കുന്നത്. പക്ഷേ എല്ലാ തരത്തിലുള്ള ഗ്ലോബുലിൻസും ലിവറിലല്ല ഉൽപ്പാദിക്കുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രധാനമായിട്ടും ഉൽപ്പാദിക്കുന്നത് പ്ലാസ്മ സെൽസിലാണ്. പ്ലാസ്മ സെൽസ് ബോൺ മാരോയിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രത്യേക തരത്തിലുള്ള സെല്ലുകളാണ്. ബാക്കിയുള്ള തരത്തിലുള്ള എൻസൈംസും മറ്റു തരത്തിലുള്ള കാരിയർ പ്രോട്ടീൻ ജോലി ചെയ്യുന്ന ഗ്ലോബുലിൻസ് ഒക്കെ ലിവറിൽ തന്നെയാണ് ഉൽപ്പാദിക്കുന്നത്. ചില പ്രത്യേക തരത്തിലുള്ള ഹോർമോൺസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഗ്ലോബുലിൻ വേണം. ഇതിന്റെ ഉദാഹരണമാണ് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ. പുരുഷന്മാരുടെ പ്രധാനപ്പെട്ടുള്ള സെക്സ് ഹോർമോൺ ബൈൻഡ് ചെയ്യുന്നത് ഈ പ്രോട്ടീൻ ആയിട്ടാണ്. സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിന്റെ അളവിൽ മാറ്റം വരുന്നതിനനുസരിച്ച് തന്നെ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവലിലും വ്യത്യാസങ്ങൾ കാണാം. തൈറോയ്ഡ് ഹോർമോൺ ബൈൻഡ് ചെയ്യാനും ഗ്ലോബുലിനാണ് വേണ്ടത്. ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് സാധാരണ രീതിയിൽ ഗ്ലോബുലിന്റെ അളവ് ആൽബുമിനേക്കാളും കുറഞ്ഞാണ് നിൽക്കേണ്ടത്. പക്ഷെ അത് കൂടി നിൽക്കുകയാണെങ്കിൽ അത് മോസ്റ്റ്ലി ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പല കണ്ടീഷൻസിൽ കൂടാം. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ Igന്റെ അളവ് കൂടാവുന്നതാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പല ടൈപ്പിലുണ്ട്. ഏത് തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ് കൂടി നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇമ്മ്യൂണോഫ്ലൂറസൻസ് അല്ലെങ്കിൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ സ്റ്റഡീസ് ചെയ്യണം. ഇത് സാധാരണ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് കൂടെ ചെയ്യുന്ന ടെസ്റ്റ് അല്ല. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ മാത്രം കൂടി നിൽക്കുകയാണെങ്കിൽ ഇതിനെ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്നാണ് പറയുന്നത്. ഇനി ഒരൊറ്റ ടൈപ്പ് അല്ല, പലതരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒരുമിച്ച് ഒരേപോലെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെ പോളിക്ലോണൽ ആന്റിബോഡീസ് എന്നാണ് പറയാറ്. പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൽ ഇൻഫെക്ഷൻസിലൊക്കെ ഗ്ലോബുലിന്റെ അളവ് കൂടി നിൽക്കാം. ഇനി ഗ്ലോബുലിന്റെ അളവ് കുറയുന്നത് സാധാരണ രീതിയിൽ മാൽ ന്യൂട്രീഷൻ ഉള്ളപ്പം കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതായത് ആൽബുമിൻ പോലെ തന്നെ ഗ്ലോബുലിനും യൂറിനിലേക്ക് എക്സ്ക്രീറ്റഡ് ആവാം. ഇതിന്റെ ഉദാഹരണമാണ് ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം. ഗ്ലോബുലിന്റെ അളവ് കുറഞ്ഞു പോകുന്ന പലതരത്തിലുള്ള കൺജനിറ്റൽ കണ്ടീഷൻസ് ഉണ്ട്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഹൈപ്പോ ഗാമ ഗ്ലോബുലിനീമിയ എന്ന് പറയുന്നത്. കൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ ജന്മന ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ്. ഗ്ലോബുലിന്റെ അളവ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മറ്റ് തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. സിറം ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റാണ്. ഏത് തരത്തിലുള്ള ഗ്ലോബുലിനാണ് കൂടി നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ
കണ്ടുപിടിക്കാൻ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും കൂടി ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട്. നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽബുമിനും ഗ്ലോബലിൻ്റെയും ലെവൽ കണ്ടുപിടിക്കാവുന്നതുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോയും കണ്ടുപിടിക്കാവുന്നതാണ്. റേഷ്യോ കണ്ടുപിടിക്കാൻ ആൽബുമിൻ്റെ ലെവൽ ഡിവൈഡഡ് ബൈ ഗ്ലോബലിൻ്റെ ലെവൽ ചെയ്താൽ മതി. നിങ്ങൾ അവസാനം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആൽബുമിൻ ഗ്ലോബലിൻ ലെവൽ എത്രയുണ്ടായിരുന്നു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനി ഏത് ടെസ്റ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ടും അറിയേണ്ടത് അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബിലിറൂബിൻ്റെ അളവ് കൂടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങളും ഇതിൻ്റെ നോർമൽ റേഞ്ചും ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ലാബിൽ ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസും കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.